തൊപ്പി എന്ന പേരിൽ അറിയപ്പെടുന്ന നിഖാദിന്റെ സാമൂഹ്യ മാധ്യമ അക്കൗണ്ടുകൾ പോലീസ് പൂട്ടിയിരിക്കുകയാണ്. IT നിയമപ്രകാരമാണ് പോലീസിന്റെ നടപടി. എറണാകുളം റൂറൽ സൈബർ പോലീസാണ് തൊപ്പിക്കെതിരെ ഒരു നിർണായകമായ നടപടി സ്വീകരിച്ചിട്ടുള്ളത്. നേരത്തെയും തൊപ്പിക്കെതിരെ ഒട്ടേറെ കേസുകൾ നിലനിന്നിരുന്നു. പ്രധാനമായും തോക്ക് കൈവശം വെച്ചതുൾപ്പെടെയുള്ള കേസുകൾ തൊപ്പിക്കെതിരെ നിലനിന്നിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഒരു സൈബർ കേസിൽ ഒരു നിർണായക നടപടി തൊപ്പിക്കെതിരെ പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത്. അഡ്വക്കേറ്റ് ശ്രീജിത്ത് പെരുമന നൽകിയ ഒരു പരാതിയിലായിരുന്നു തൊപ്പിക്കെതിരെ കേസ് അന്വേഷിച്ച് വന്നിരുന്നത്. ഈ കേസിൽ തൊപ്പി കോടതിയിൽ നിന്നും മുൻകൂർ ജാമ്യം എടുത്ത് അതിൻ്റെ നടപടികളും മറ്റുമായി തുടരവെയാണ് ഇപ്പോൾ ഒരു നിർണായകമായ നീക്കം പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത്. തൊപ്പിയുടെ സാമൂഹ്യ മാധ്യമ അക്കൗണ്ടുകൾ പൂട്ടിയിരിക്കുകയാണ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് തൊപ്പി കോടതിയിൽ നിന്ന് മുൻകൂർ ജാമ്യം നേടിയെങ്കിലും തൊപ്പിയുടെ മുൻകൂർ ജാമ്യം റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് തന്നെ റൂറൽ പോലീസ് നിലവിൽ കോടതിയെ സമീപിച്ചിരിക്കുകയാണ്. അത്രമേൽ ഗൗരവകരമായ ഒരു കുറ്റമാണ് തൊപ്പി ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ മറ്റ് നിയമ നടപടികളും മറ്റും തൊപ്പിക്കെതിരെ പിന്തുടരേണ്ട ആവശ്യമുണ്ട്. അതുകൊണ്ട് തന്നെ നിലവിലെ ജാമ്യം റദ്ദാക്കണമെന്നൊരു ആവശ്യമാണ് കോടതിയോട് എറണാകുളം റൂറൽ സൈബർ പോലീസ് ആവശ്യപ്പെട്ടിട്ടുള്ളത്. അതുമായി ബന്ധപ്പെട്ട് ഈ കേസിൽ അന്വേഷണം പുരോഗമിച്ചും വരികയാണ്. നേരത്തെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ തൊപ്പിയുടെ സുഹൃത്തുക്കൾ ചില നിർണായകമായ വിവരങ്ങൾ പുറത്തുവിട്ടിരുന്നു. അതിൽ ചില ഓഡിയോ സന്ദേശങ്ങൾ അടക്കമുണ്ടായിരുന്നു. ലഹരി ഉപയോഗത്തെ സംബന്ധിച്ചും അതോടൊപ്പം തന്നെ പെൺകുട്ടികളെയും മറ്റും പ്രണയം നടിച്ച് വലയിൽ വീഴ്ത്തി ഉൾപ്പെടെയുള്ള ആരോപണങ്ങൾ തൊപ്പിയുടെ സുഹൃത്തുക്കൾ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ അടക്കം ഉന്നയിച്ചിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് ചില പരാതികളും ആ ഘട്ടത്തിൽ ഉയർന്നിരുന്നു. ആ പരാതികളിലും മറ്റും ആദ്യഘട്ടത്തിൽ സൈബർ പോലീസ് അതിൻ്റെ അന്വേഷണം നടത്തുകയും പിന്നീട് അത് കേസെടുക്കാമെന്നൊരു നിലയിലേക്ക് കാര്യങ്ങൾ എത്തുകയും പിന്നീട് അതിൽ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യുകയായിരുന്നു. എറണാകുളം റൂറൽ സൈബർ പോലീസാണ് തൊപ്പിക്കെതിരെ നിലവിൽ കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ കേസിലാണ്, അതായത് ചില നിർണായകമായ വിവരങ്ങൾ പോലീസിന് ലഭിക്കുന്നു. പ്രത്യേകിച്ച് തൊപ്പിയുടെ സാമൂഹ്യ മാധ്യമ അക്കൗണ്ടുകൾ കേന്ദ്രീകരിച്ച് വിശദമായ പരിശോധന സൈബർ പോലീസ് നടത്തുന്നു. ഇതിലാണ് തൊപ്പിയും മറ്റും ചില ഗൗരവകരമായ കുറ്റങ്ങൾ ചെയ്തിട്ടുണ്ട്. സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ നഗ്ന ദൃശ്യങ്ങൾ ഉൾപ്പെടെ ഇവർ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. അതിൽ തന്നെ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പ്രായപൂർത്തിയാകാത്ത കുട്ടികളുടെ, അതായത് തൻ്റെ സുഹൃത്തുക്കളുടെ പ്രായപൂർത്തിയാകാത്ത സുഹൃത്തുക്കളുടെ ഉൾപ്പെടെ ദൃശ്യങ്ങളാണ് തൊപ്പി സാമൂഹ്യ മാധ്യമ അക്കൗണ്ടുകളിലൂടെ ഷെയർ ചെയ്തിട്ടുള്ളത്. ഈ വിഷയത്തിലാണ് നിലവിൽ തൊപ്പിക്കെതിരെ അന്വേഷണം പുരോഗമിക്കുന്നതും അതിൻ്റെ ഭാഗമായിട്ടാണ് യൂട്യൂബ് അക്കൗണ്ട് ഉൾപ്പെടെയുള്ള തൊപ്പിയുടെ സാമൂഹ്യ മാധ്യമ അക്കൗണ്ടുകളും മറ്റും നീക്കം ചെയ്തിട്ടുള്ളത്. ഈ കേസിൽ മറ്റ് തുടർ നടപടികളും വരും ദിവസം നടക്കുമെന്നാണ് നമുക്ക് പോലീസിൽ നിന്നും മറ്റും ലഭിക്കുന്ന വിവരം. വരും ദിവസങ്ങളിൽ ഒരു പക്ഷേ നോട്ടീസും മറ്റും നൽകി തൊപ്പിയെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യുന്നതിനും അറസ്റ്റ് ചെയ്യുന്നതിനും അടക്കമുള്ള മറ്റ് അനന്തര നടപടികളിലേക്ക് പോലും ഈ കേസ് എത്തുന്നതിനുള്ള ഒരു കാരണമുണ്ട്. അത് കാരണം പോലീസ് പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ചില ഗൗരവകരമായ കുറ്റങ്ങൾ തൊപ്പി ചെയ്തിട്ടുണ്ട് എന്നാണ്. പ്രത്യേകിച്ച് സാമൂഹ്യ മാധ്യമങ്ങളുടെ ദുരുപയോഗവും അതോടൊപ്പം തന്നെ ലഹരി ഉപയോഗം സംബന്ധിച്ച ചില സൂചനകളും ചില വീഡിയോകളിലുണ്ട്. ചില സുഹൃത്തുക്കൾ തൊപ്പിയുമായി ബന്ധപ്പെട്ട ആളുകളും അത്തരത്തിലുള്ള ചില സൂചനകൾ സാമൂഹ്യ മാധ്യമ അക്കൗണ്ടുകളിലും മറ്റും കഴിഞ്ഞ ദിവസം പങ്കുവച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ചില അന്വേഷണങ്ങളും പരിശോധനകളും അടക്കം വരും ദിവസങ്ങളിൽ ഉണ്ടാകുന്നതിനുള്ള ഒരു സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് നമുക്കറിയാം, സംസ്ഥാനത്ത് തൂഫാൻ എന്ന പേരിൽ ലഹരി ഉപയോഗവുമായി ബന്ധപ്പെട്ട് വലിയൊരു പരിശോധനയും അതിൻ്റേതായ നടപടികളും മറ്റ് സംസ്ഥാനത്ത് പുരോഗമിച്ചു വരികയാണ്. ആഭ്യന്തര വകുപ്പ് ലഹരി ഉപയോഗം സംബന്ധിച്ച് ചില നിർണായകമായ ശക്തമായ നീക്കങ്ങൾ പിന്തുടർന്നു വരികയാണ്. ഇതിനിടയിലാണ് സാമൂഹ്യ മാധ്യമങ്ങളിൽ സജീവമായി നിൽക്കുന്ന ചില ആളുകളും ലഹരി ഉപയോഗത്തിൻ്റെയും ലഹരി കച്ചവടത്തിൻ്റെയും മറ്റും കണ്ണികളാണെന്നുള്ളൊരു വിലയിരുത്തൽ കൂടി സംസ്ഥാന പോലീസും വിജിലൻസും മറ്റുമൊക്കെ നടത്തുന്നത്. ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ കൂടുതൽ വിശദമായ ഒരു പരിശോധനയിലേക്കും മറ്റും കടന്നിട്ടുള്ളത്. ഏതായാലും തൊപ്പിയെ വരും ദിവസങ്ങളിൽ വിശദമായി ചോദ്യം ചെയ്തൽ അടക്കമുള്ള കാര്യങ്ങളിലേക്ക് ഒരുപക്ഷെ അറസ്റ്റിലേക്ക് അടക്കം നീങ്ങുന്നതിനുള്ള സാധ്യതയുണ്ട്. ഏതായാലും നിലവിൽ തൊപ്പിയുടെ യൂട്യൂബ് അക്കൗണ്ട് ഉൾപ്പെടെയുള്ള സാമൂഹ്യ മാധ്യമ അക്കൗണ്ടുകളെല്ലാം തന്നെ പോലീസ് പൂട്ടിയിരിക്കുകയാണ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.